ഹായ് ഓൾ, നമ്മളിന്ന് പറയാൻ പോകുന്നത് സാഹിത്യരംഗത്ത് തന്നെ അതുല്യ പ്രതിഭയായിട്ടുള്ള ശ്രീ MD വാസുദേവൻ നായരെ പറ്റിയാണ്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനനം. കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ശ്രീ MD വാസുദേവൻ നായർ സാഹിത്യകാരൻ, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, നാടകകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു. പാതിരാവും പകൽ വെളിച്ചവുമാണ് തന്റെ ആദ്യ നോവലെങ്കിൽ കൂടിയും 1958 അച്ചടിച്ച് പുറത്തിറങ്ങിയ നാലുകെട്ടാണ് MDയെ പ്രശസ്തനാക്കുന്നതും MDക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുക്കുന്നതും. 1963-64 കാലയളവിലെ തന്റെ തന്നെ കൃതിയായിട്ടുള്ള മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് MD ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് 1970 കാലം എന്ന തന്റെ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും 1985 രണ്ടാമൂഴം എന്ന തന്റെ കൃതിക്ക് വയലാർ അവാർഡും തുടർന്ന് വാനപ്രസ്ഥം എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരവും MDക്ക് ലഭിക്കുന്നുണ്ട്. 1973 ശ്രീ MD വാസുദേവൻ നായർ തന്റെ ആദ്യ ചിത്രമായ നിർമാല്യം സംവിധാനം ചെയ്യുന്നു. ഈ ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിക്കുകയും 1974 PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നിർമാല്യം എന്ന ചിത്രം നേടിക്കൊടുക്കുകയും ചെയ്തു. തുടർന്ന് 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ MD 1996 കാലിക്കറ്റ് സർവകലാശാലയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ള D.Litt പുരസ്കാരത്തിന് അർഹനാവുകയും ചെയ്യുന്നു. തുടർന്ന് 2011 എഴുത്തച്ഛൻ പുരസ്കാരവും 2013 JC ഡാനിയൽ പുരസ്കാരവും 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും നേടുന്നുണ്ട്. 2024 ഡിസംബർ 25 അദ്ദേഹം നമ്മെ വിട്ടുപോയി.